യുദ്ധകാലത്ത് നല്ലൊരു മനുഷ്യനെ കണ്ടെത്താനുള്ള ശ്രമം. ഒരാൾ മറ്റൊരാളുടെ നേരെ തിരിഞ്ഞു. സർക്കാരുമായി സഹകരിക്കാതിരുന്നതുമൂലം നാടുകടത്തപ്പെട്ട കൃഷിക്കാരുടെ മക്കൾ തിരിച്ചെത്താൻ തുടങ്ങിയിരുന്നു. ആ കുട്ടികളുടെ മാതാപിതാക്കന്മാർ കൊല്ലപ്പെട്ടിരുന്നു. അവർ ജർമ്മൻ സൈന്യവുമായി സഹകരിച്ചു എന്ന കുറ്റം ആ കുട്ടികളും പകരം വീട്ടി. അവരിലൊരാൾ ഞങ്ങളുടെ ഒരു പഴയ അധ്യാപകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് വെടിവെച്ചു. അദ്ദേഹം ഞങ്ങളുടെ അയൽക്കാരനായിരുന്നു. കടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി സ്വന്തം അച്ഛനമ്മമാരെ കൂടി തള്ളിപ്പറഞ്ഞ് പുറത്താക്കിയ ആൾ. യുദ്ധഭൂമിയിലെ സ്ത്രീ പോരാളികൾ, തോക്കേന്തിയ റഷ്യൻ പെൺമനസ്സുകളുടെ തീവ്ര നൊമ്പരങ്ങൾ. സമൂഹ കൃഷിയിടങ്ങൾ ആദ്യം ജർമ്മൻകാർ വേണ്ടെന്ന് വെച്ചു. എല്ലാവർക്കും അവരുടെ ഭൂമി തിരിച്ചു നൽകി. സ്റ്റാലിന് ശേഷം എല്ലാവരും സ്വതന്ത്രമായി ശ്വാസം നേരെ വിട്ടു. ഞങ്ങൾ കൃത്യമായി വാടക കൊടുത്തു. പിന്നെ അവർ ഞങ്ങളെ കത്തിച്ച് കളയാൻ തുടങ്ങി. ഞങ്ങളെയും വീടുകളെയുമൊക്കെ വളർത്തുമൃഗങ്ങളെയൊക്കെ ആട്ടിക്കൊണ്ടുപോയി. ആളുകളെ ചുട്ടുകൊന്നു. പ്രിയപ്പെട്ട മക്കളെ, എനിക്ക് വാക്കുകളെ ഭയമാണ്. അവ എപ്പോഴും എന്നെ പേടിപ്പിക്കുന്നു. നന്മകൾ ചെയ്താണ് ഞാൻ എന്നെ രക്ഷിച്ചത്. ഒരാൾക്കും ദോഷം വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. എല്ലാവരോടും എനിക്ക് സഹതാപമാണ്. സൈന്യത്തോടൊപ്പം ഞാൻ ബെർലിൻ വരെ സഞ്ചരിച്ചു. ഞാൻ ഗ്രാമത്തിലേക്ക് തിരിച്ചു വന്നത് 2 ബഹുമതി പതക്കങ്ങളുമായാണ്. വേറെയും ചില കീർത്തിമുദ്രകൾ നേടിയിരുന്നു. 3 ദിവസം ഞാൻ വീട്ടിൽ താമസിച്ചു. 4-ാം ദിവസം അതിരാവിലെ അമ്മ എന്നെ വിളിച്ചുണർത്തി. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. പ്രിയപ്പെട്ട മകളെ, നിനക്കായി ഞാൻ ഒരു പൊതി തയ്യാറാക്കിയിട്ടുണ്ട്. പോയിക്കോളൂ, എങ്ങോട്ടെങ്കിലും പോയിക്കോളൂ. നിന്റെ അനിയത്തിമാർ 2 പേർ വളർന്നു വരികയല്ലേ. ആരാണ് അവരെ വിവാഹം കഴിക്കുക? എല്ലാവർക്കും അറിയാം നീ മുന്നണിയിലായിരുന്നു എന്ന്. എത്രയോ പുരുഷന്മാരോടൊപ്പം.